നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനോട് ടോട്ടൻഹാം ഹോട്ട്സ്പർ പൊട്ടിയ മത്സരത്തിൽ അവരുടെ അർജന്റീനക്കാരനായ ക്യാപ്റ്റൻ ക്യൂട്ടി റൊമേറോ കാസമിറോക്ക് മേൽ ഒരു ക്രിമിനൽ ഫൗൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഫൗൾ ചെയ്തു. റെഡ് കാർഡും വാങ്ങിപ്പോയി. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, ഈ സീസണിൽ ഇപ്പോൾ അയാളുടെ രണ്ടാമത്തെ റെഡ് കാർഡാണ്. അതുകൊണ്ട് തന്നെ 4 മത്സരങ്ങളാണ് ഇനി വിലക്ക് നേരിടാൻ പോകുന്നത്. ടോട്ടൻഹാമിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നല്ല സ്ഥിതിയിലല്ല ടോട്ടൻഹാം ഉള്ളത്. 14ാം സ്ഥാനത്താണ്. 25 കളി 29 പോയിൻറ്റ്. ഇത്തരമൊരു സന്ദർഭത്തിൽ ഈവൻ റെലഗേഷൻ ബാറ്റിലേക്ക് വരെ വീണ് പോകാനുള്ള സാധ്യതയൊക്കെയുള്ള സാഹചര്യത്തിൽ പ്രധാനപ്പെട്ടൊരു താരത്തെ 4 മത്സരങ്ങൾക്ക് നഷ്ടപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ തിരിച്ചടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ഇപ്പോൾ തോമസ് ഫ്രാങ്ക് ചില കാര്യങ്ങൾ പറയുന്നു. അദ്ദേഹം പറയുന്നത്, ക്യൂട്ടി റൊമേറോയെ ക്യാപ്റ്റനാക്കിയതിൽ എനിക്ക് റിഗ്രറ്റ് ഒന്നുമില്ല, ഖേദമൊന്നുമില്ല. കാരണം അവന് ടീംമേറ്റ്സിനോട് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ചേഞ്ചിങ് റൂമിൽ വെച്ച് എല്ലാവരോടും മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഞങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സിൽ ഒരാളാണ് അവൻ. ഇപ്പോൾ തീർച്ചയായും പറഞ്ഞാൽ 10 പേരെ വെച്ച് 60-70 മിനിറ്റിനടുത്ത് കളിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അവരത് മുതലെടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ക്രിസ്ത്യൻ കൃത്യമായി മനഃപൂർവ്വം ചെയ്തൊരു സംഗതിയല്ല എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ദർ ഇസ് നോ ഇൻറ്റൻഷൻ. ആ ഫോളോ ത്രൂവിൽ അങ്ങനെ സംഭവിച്ചു പോയി. പക്ഷേ ക്ലിയർലി അദ്ദേഹം ബോളിനാണ് പോയത്. ഇങ്ങനെ സംഭവിച്ചു പോയി. അൺഫോർച്ചുനേറ്റ്ലി റൂൾ അങ്ങനെയാണ്. അത് റെഡാണ്. ഇറ്റ് ബിക്കംസ് എ റെഡ്. അൺഫോർച്ചുനേറ്റ്ലി ദി വേ ദി റൂൾസ് ആർ, ഇറ്റ് ബിക്കംസ് എ റെഡ്. ക്രിസ്ത്യൻ എല്ലാവരോടും മാപ്പൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ടീംമേറ്റ്സിനോട് മാപ്പൊക്കെ പറഞ്ഞു കഴിഞ്ഞു. സോ ഇറ്റ് ഈസ് ബട്ട് ഈസ് വാട്ട് ഇറ്റ് ഈസ്. അത് നമ്മൾ ഡീൽ ചെയ്തേ പറ്റൂ. ഇനിയും കുറച്ച് മത്സരങ്ങളിൽ അദ്ദേഹത്തിന് വിലക്കുണ്ടാവും. അത് നമ്മൾ ഡീൽ ചെയ്തേ പറ്റൂ എന്നാണ് ഇപ്പോൾ കോച്ച് പറയുന്നത്. അതേസമയം വികാരിയോ എങ്ങനെയാണ് ചേഞ്ചിങ് റൂമിൽ ക്രിസ്ത്യൻ റൊമേറോ പെരുമാറിയത്, അദ്ദേഹത്തിൻ്റെ ഒരു ഫീലിംഗ് എന്താണ് എന്നുള്ളത് വിശദീകരിക്കുന്നുണ്ട്. അതിൽ പറയുന്നത്, വളരെ ഡിസപ്പോയിൻറ്റഡ് ആണ് ക്യൂട്ടി റൊമേറോ. കാരണം അദ്ദേഹത്തിന് അറിയാം ഈ റെഡ് കാർഡ് അത് ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു എന്ന്. അദ്ദേഹം ഞങ്ങളോടൊക്കെ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ഞങ്ങളുടെ ക്യാപ്റ്റനാണ്. ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു, ചെയ്തത് വലിയ മിസ്റ്റേക്കാണെന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തെ പോലൊരു താരത്തിന് കാര്യങ്ങളൊക്കെ അറിയാം. ഇനിയിപ്പോൾ കൂടുതൽ ശക്തനായിട്ട് അദ്ദേഹം തിരികെ വരും. ടീമിനെ ഈ സീസണിൻ്റെ ബാക്കി ഭാഗങ്ങളിൽ അദ്ദേഹം സഹായിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നുകൂടി വികാരിയോ പറയുന്നു. ഏതായാലും വലിയ തിരിച്ചടിയാണ് ടോട്ടൻഹാം ഹോട്ട്സ്പറിന് സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സിൽ എത്താം.